സുഹൃത്തുക്കളെ, ചങ്ങായിമാരെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ചായ കുടിക്കാൻ പോയാലോ. അതിനോട് നമ്മുടെ മേലയിലത്തെ അക്ബർ ബായി, താഴെ മുക്കോടത്തെ ഷാക്കിർ ബായിനെയും നമ്മൾ ആസിം ബായിന്റെ കാറിൽ പോയിട്ട് വെച്ചൊരു പിടി ഒരു ചായ രണ്ട് നാലാളും നാല് മൂലയെന്ന് തള്ളാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഏതോ മൂലയിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇവനാണ് ശുണ്ടലി വാസു. പഴംപൊരി എവിടെ ഉണ്ടാലും അവന് കഴിക്കും, പക്ഷെ ഓയിൽ ഫ്രീ ആണ്, ഓയിൽ ഫ്രീ. ഞാൻ ഏതോ മൂടിൽ ചായ കുടിക്കുമ്പോഴാണ് അവര് പറയും ഇവന്റെ ഡ്രസ്സിങ്ങിന് എന്തോ പ്രത്യേകത ഉണ്ട്, ഫാഷനാണേന്ന്. നമ്മുടെ റൂമിൽ ജ്യൂസ് ഉണ്ടാക്കിയ വീഡിയോ, നല്ലൊരു അടിപൊളി ഷാർക്കുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നോക്കാൻ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം, UAE ടെന്റ് അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരും. റൂമിൽ ചെന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്ന കള്ള ഹിമാറികൾ. എന്നെ വിളിക്കാതെ ഒറ്റ കഴിക്കാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങിയിരിക്കുന്നു. ഒരുത്തൻ ക്യാമറ കാണുമ്പോൾ മുഖം മറക്കുന്നു, ഒരുത്തൻ ഒളിക്കുന്നു, ഒരുത്തനാണെങ്കിൽ കയ്യിലുള്ള വിരലുകൾ ഊമ്പിക്കളിക്കുന്നു, ഒരുത്തൻ ഐസ്ക്രീം എടുത്തു കൊടുക്കുന്നു, ഒരുത്തൻ കഴിക്കുന്നു. ഞങ്ങൾ 4 പേരും ചുറ്റിലിരുന്ന് ചർച്ച ചെയ്യും. പ്രവാസത്തിലെ ചില നിമിഷങ്ങൾ അങ്ങനെയാണ്, നമ്മൾ മറന്നാലും നാട്ടുകാർ മറക്കും. എന്താന്നല്ലേ എല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട്. തമാശക്കപ്പുറത്തേക്ക് ഞാൻ വേറൊരു കാര്യം കൂടി, നമ്മളെല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന നമ്മുടെ കാസർഗോഡ് മെഡിക്കൽ, അതൊരു പ്രേതാലയമായിട്ട് 1 വർഷമല്ല 10 വർഷത്തോളം അതെങ്ങനെയെങ്കിലും പുനഃസ്ഥാപിക്കുക എന്നുള്ളത് കാസർഗോഡുകാരന്റെ ഓരോരുത്തന്റെയും ആവശ്യവും ആഗ്രഹവും തന്നെയായിരിക്കും. അത് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർച്ച് നടക്കുന്നുണ്ട് നമ്മുടെ കാസർഗോഡ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു മാർച്ചിൽ നമുക്ക് പങ്കെടുക്കുവാനുള്ള സന്മനസ്സും കൂടി നമ്മുടെ കാസർഗോഡുകാരായ ഓരോ ജനങ്ങളും തീരുമാനിക്കണം. ഇത് അവസാനത്തെ യുദ്ധമാണ്. 27 നടക്കാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ പോരാട്ടമായിരിക്കാം. ചിലപ്പോൾ തെരുവിൽ ജനങ്ങളില്ല എങ്കിൽ, ഈ സമരത്തിന് നിങ്ങൾ പിന്തുണ അർപ്പിച്ചില്ല എങ്കിൽ, നമ്മൾ എന്നേക്കുമായിട്ട് തോറ്റുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. പക്ഷെ അങ്ങനെ നിങ്ങൾ തോൽക്കില്ല എന്നൊരു തോന്നൽ തരുന്നത് ഇതുപോലെയുള്ള മനുഷ്യരെ നമ്മുടെ കൂടെ വന്ന് ഒരു വലിയ പിന്തുണ നൽകുമ്പോഴാണ്. ഇതൊരു കുടുംബമാണ്. വ്ളോഗൊക്കെ ചെയ്യുന്ന അജ്മൽ മാലിയുടെ കുടുംബമാണ്.